മിഡിൽ ഈസ്റ്റിൽ യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് ഇസ്രയേലിന് നേരെ തങ്ങൾ നടത്തിയ അത്യാധുനിക മിസൈൽ ആക്രമണത്തിന്റെ ആദ്യ ഔദ്യോഗിക ദൃശ്യങ്ങൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ടു. മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങളെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇറാന്റെ ഈ തന്ത്രപരമായ നീക്കം. തങ്ങളുടെ സൈനിക ശേഷിയും ആക്രമണ സന്നദ്ധതയും ലോകത്തിനു മുന്നിൽ പരസ്യമായി പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ യുദ്ധദൃശ്യങ്ങൾ ടെഹ്റാൻ ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നത്. ഇറാൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിക്ഷേപണ തറകളിൽ നിന്നും ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ ആകാശത്തേക്ക് കുതിച്ചുയരുന്ന ദൃശ്യങ്ങളാണുള്ളത്. രാത്രിയുടെ ഇരുട്ടിൽ ആകാശത്തെ ചുവപ്പിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന ഈ മിസൈലുകൾ ഇറാന്റെ സൈനിക സജ്ജതയുടെയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും തെളിവായിട്ടാണ് ഇറാൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഏത് നിമിഷവും ശത്രുക്കൾക്ക് നേരെ മാരകമായ പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഈ ആക്രമണത്തിനായി ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലുകളാണ് എന്നതാണ് പ്രതിരോധ വിദഗ്ധരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ലിക്വിഡ് ഫ്യൂവൽ മിസൈലുകളെ അപേക്ഷിച്ച് സോളിഡ് ഫ്യൂവൽ മിസൈലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനായി കൂടുതൽ സമയം ആവശ്യമില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ ശത്രു കേന്ദ്രങ്ങളിലേക്ക് വിക്ഷേപിക്കാൻ സൈന്യത്തെ സഹായിക്കുന്നു. വിക്ഷേപണത്തിന് തൊട്ട് മുൻപ് വരെ ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്ക് പോലും ഇവയെ കണ്ടെത്തുക പ്രയാസമാണ്. ഇറാന്റെ ഭൂഗർഭ മിസൈൽ താവളങ്ങളിൽ നിന്നും കാടുകളിൽ നിന്നും മരുഭൂമികളിൽ നിന്നും ഒരേ സമയം വ്യത്യസ്ത കേന്ദ്രങ്ങൾ വഴി ഈ ആക്രമണം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ്. ഇസ്രയേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെയും ആരോ സിസ്റ്റത്തെയും ഒരേപോലെ ആശയക്കുഴപ്പത്തിലാക്കാനും പ്രതിരോധം തകർക്കാനും വേണ്ടിയാണ് ഈ തന്ത്രം ഉപയോഗിച്ചത്. 4 പാടത്തു നിന്നും ഒരേ സമയം മിസൈലുകൾ പാഞ്ഞെത്തുമ്പോൾ ഏതിനെ പ്രതിരോധിക്കണമെന്നതിൽ ഇസ്രയേൽ കടുത്ത വെല്ലുവിളി നേരിട്ടതായാണ് റിപ്പോർട്ടുകൾ. ലെബനനിലും ബെയ്റൂട്ടിന്റെ ദാഹ്യ മേഖലയിലും ഇസ്രയേൽ പ്രതിരോധ സേന അടുത്തിടെയായി നടത്തിവരുന്ന കടുത്ത സൈനിക ഓപ്പറേഷനുകൾക്കും വംശഹത്യകൾക്കുമുള്ള നേരിട്ടുള്ള മറുപടിയാണ് ഈ ആക്രമണമെന്ന് ഇറാൻ സ്റ്റേറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളിയുടെ കമാൻഡ് സെന്ററുകൾ തകർത്തതിനും ലെബനനിലെ സാധാരണ ജനങ്ങളെ വധിച്ചതിനും ഇസ്രയേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് IRGC വ്യക്തമാക്കി. പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഒപ്പമുണ്ടെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ ഇറാൻ നടത്തുന്നത്. ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെങ്കിലും ഹൈഫയ്ക്ക് സമീപമുള്ള റാമദ് ഡേവിഡ് വ്യോമസേനാ താവളമാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് IRGC പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബനനിലും ബെയ്റൂട്ടിലും ബോംബാക്രമണം നടത്താൻ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ എയർബേസ് ആണെന്ന് ഇറാൻ ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിന് നേരെ മാരകമായ പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നു. റാമദ് ഡേവിഡ് എയർബേസിന് നേരെയുണ്ടായ ആക്രമണം ഇസ്രയേലിന്റെ വ്യോമസേനാ നീക്കങ്ങളെ താൽക്കാലികമായെങ്കിലും ബാധിച്ചിട്ടുണ്ടാകാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എന്നാൽ തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. യുദ്ധസമയത്ത് സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകരാതിരിക്കാൻ വാർത്തകൾ കർശനമായി സെൻസർ ചെയ്യുന്ന പതിവ് ഇസ്രയേൽ ഇപ്പോഴും തുടരുകയാണ്. ഇറാന്റെ ഈ പുതിയ യുദ്ധ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളെല്ലാം പൂർണ്ണമായി വഴിമുട്ടിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം കഠിനമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ശ്രമങ്ങൾക്കൊന്നും ഫലം കാണുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന്റെ ഈ പരസ്യമായ ആക്രമണ നീക്കത്തെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിനെയും കടുത്ത ഭാഷയിൽ അപലപിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായ ഇസ്രയേലിനെ തകർക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. ഇസ്രയേലിന്റെ പ്രതിരോധത്തിന് ആവശ്യമായ എല്ലാ സൈനിക സഹായങ്ങളും അമേരിക്ക തുടർന്നും നൽകുമെന്നും വാഷിംഗ്ടൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ മിസൈൽ വർഷം ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളം സൈറണുകൾ മുഴങ്ങുകയും ലക്ഷക്കണക്കിന് ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടുകയും ചെയ്തു. എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പല മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തുവെങ്കിലും ചില മിസൈലുകൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം പതിച്ചതായും വിവരമുണ്ട്.
ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് രാജ്യത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ അനുമതിയോടെ IRGC നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ ടെഹ്റാന്റെ അടുത്ത നീക്കം ഇതിലും മാരകമായിരിക്കുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യം ഒരു വലിയ യുദ്ധത്തെ നേരിടാൻ സജ്ജമാണ് എന്നാണ് ഇറാനിലെ ജനങ്ങളോട് ഭരണകൂടം പറയുന്നത്. ഈ സംഘർഷം ആഗോള ഇന്ധന വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ മിസൈൽ വിക്ഷേപണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ പെട്ടെന്നുള്ള വർധനവ് രേഖപ്പെടുത്തി. പേർഷ്യൻ ഗൾഫിലെ എണ്ണക്കടത്ത് പാതകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും വില ഇനിയും ഉയർന്നേക്കാം. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇറാന്റെ സൈനിക ദൃശ്യങ്ങൾ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ കനത്ത വ്യോമാക്രമണങ്ങളിൽ തളർന്നുപോയ തങ്ങളുടെ പോരാളികൾക്ക് ഇറാന്റെ ഈ നേരിട്ടുള്ള ഇടപെടൽ പുതിയ ഊർജം നൽകുമെന്നാണ് ഹിസ്ബുള്ള നേതൃത്വം കരുതുന്നത്. ഇസ്രയേലിനെതിരെ ഒരേ സമയം വിവിധ മുന്നണികളിൽ നിന്നും തിരിച്ചടി ശക്തമാക്കാനാണ് ഇവരുടെ പദ്ധതി. തന്ത്രപരമായ ഈ സൈനിക നീക്കത്തിലൂടെ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ തിരുത്തിയെഴുതാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്. മുൻകാലങ്ങളിൽ സൈനിക രഹസ്യങ്ങൾ പൂർണ്ണമായി മൂടിവെച്ചിരുന്ന ഇറാൻ ഇപ്പോൾ യുദ്ധത്തിന്റെ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നത് തങ്ങളുടെ സൈനിക ആത്മവിശ്വാസം എത്രത്തോളം ഉയർന്നുവെന്ന് കാണിക്കാനാണ്. ഇത് മേഖലയിലെ ശത്രു രാജ്യങ്ങൾക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഇസ്രയേൽ ഈ ആക്രമണത്തിന് എങ്ങനെയുള്ള തിരിച്ചടിയാണ് നൽകുക എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. ഇറാന്റെ ഉള്ളിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയോ ആണവ നിലയങ്ങളെയോ ലക്ഷ്യമിട്ട് ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തിയാൽ അതൊരു പക്ഷേ നിയന്ത്രണാതീതമായ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് മിഡിൽ ഈസ്റ്റിനെ നയിച്ചേക്കാം. ഭീതിയോടെയാണ് ലോകം മുഴുവൻ ഈ യുദ്ധഭൂമിയെ ഇപ്പോൾ നോക്കിക്കാണുന്നത്.